ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2 പേപ്പറുകളായിട്ടായിരുന്നു എക്സാം ഉണ്ടായത്. അപ്പോൾ ഇതെഴുതിയ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യത്തെ പേപ്പർ കണ്ടപ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള പേപ്പർ, അപ്പോൾ അവരെല്ലാവരും വിചാരിച്ചു ഇനി രണ്ടാമത്തെ പേപ്പർ അത്യാവശ്യം ടഫായിട്ടായിരിക്കും ചോദിക്കുന്നുള്ളത്. പക്ഷേ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പേപ്പറിനേക്കാളും അത്യാവശ്യം എളുപ്പത്തിലായിരുന്നു രണ്ടാമത്തെ പേപ്പർ PSC ചോദിച്ചിട്ടുണ്ടായത്. സാധാരണയായിട്ട് നമ്മുടെ ഒരു കട്ട് ഓഫും അതുപോലെ തന്നെ നമ്മുടെ മാർക്കൊക്കെ നിർണ്ണയിക്കുന്നത് ആ ഒരു രണ്ടാമത്തെ സ്പെഷ്യൽ ടോപ്പിക് വരുന്ന രണ്ടാമത്തെ പേപ്പറാണ്. അത് അത്യാവശ്യം നല്ല ഈസി ആയിട്ടായിരുന്നു PSC ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഈ ഒരു എക്സാമിന് നമുക്ക് ഓരോ ഭാഗത്തു നിന്നും എത്രത്തോളം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് നമ്മളെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ എത്ര വരാനാണ് സാധ്യത, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പാർട്ട് 1ൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ ഭൂമിശാസ്ത്രം, എക്കണോമിക്സ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി ഈ ഒരു 6 ഭാഗത്ത് നിന്ന് 7 വീതം മാർക്കിനും, നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന ഭാഗത്ത് നിന്ന് 11 മാർക്കിനും, കമ്പ്യൂട്ടർ എന്ന ഭാഗത്ത് നിന്ന് 6 മാർക്കിനും, നമ്മുടെ മാത്സ് നിന്ന് 15 മാർക്കിനും, ഇംഗ്ലീഷ്, മലയാളം എന്നീ ഭാഗങ്ങളിൽ നിന്ന് 13 വീതം മാർക്കിനുമാണ് ഈ ഒരു എക്സാമിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓരോ ഭാഗത്തു നിന്ന് നമുക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അങ്ങനെ വരുമ്പോൾ നമ്മുടെ കട്ട് ഓഫ് എങ്ങനെ വരും എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഹിസ്റ്ററിയിൽ ഉണ്ടായത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഡയറക്റ്റ് ചോദ്യങ്ങളുണ്ടായിരുന്നു. അത്യാവശ്യം നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഈ ഒരു ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു 4 മാർക്ക് വരെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു ഹിസ്റ്ററി എന്ന ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായത്. അടുത്ത നമ്മുടെ ഭൂമിശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയേക്കാളും കുറച്ചും കൂടി ടഫും കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചത് നമ്മുടെ ഭൂമിശാസ്ത്രം എന്ന ഭാഗമായിരുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു 3 മാർക്ക് വരെ ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായത്. അടുത്ത നമ്മുടെ എക്കണോമിക്സും നമ്മുടെ ഭൂമിശാസ്ത്രം പോലെ തന്നെ ആ ഒരു ലെവലിൽ ടഫ്നെസ്സൊക്കെ വരുന്ന ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഒരു എക്കണോമിക്സൊന്നും നമ്മളൊരു 3 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് കുറച്ച് ടഫായിട്ടായിരുന്നു ഫീൽ ചെയ്തത്. ചിലർ പറഞ്ഞു ഈസി ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്നാലും അത്യാവശ്യം നമുക്ക് ആലോചിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ലൈഫ് സയൻസ് എന്ന ഭാഗത്തു നിന്ന് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്കൊരു 4 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായത്. അടുത്ത നമ്മുടെ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കെമിസ്ട്രിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ എളുപ്പമാണ് നമ്മുടെ ഫിസിക്സ് ഉണ്ടായതെന്ന് പറയാം. അത്യാവശ്യം നമ്മുടെ ന്യൂട്ടൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം കെമിസ്ട്രിയേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് ഈസി ആയിട്ട് ചോദിച്ചത് നമ്മുടെ ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഒരു 4 മാർക്ക് വരെ ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ആവറേജ് പഠിച്ച ഒരാൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു നമ്മുടെ ഫിസിക്സ് എന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായത്. അടുത്ത നമ്മുടെ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിസിക്സിനേക്കാളും കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് ഈ ഒരു മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമായിരുന്നു നമ്മുടെ കെമിസ്ട്രിയിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ കെമിസ്ട്രി എന്ന ഭാഗത്ത് നിന്ന് ഒരു 3 മാർക്ക് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ. അടുത്ത നമ്മുടെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 11 മാർക്കിനാണ് ഈ ഒരു 3ഉം കൂടിയിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത് അത്യാവശ്യം ഈസി ആയിട്ടും അത്യാവശ്യം ഡയറക്റ്റായിട്ടും നമ്മുടെ കറണ്ട് അഫയേഴ്സൊക്കെ പഠിച്ചവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായത്. അപ്പോൾ ഒരു 11 മാർക്കിൽ ഒരു 7 മാർക്ക് എന്തുകൊണ്ടും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. അടുത്ത നമ്മുടെ കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ 6 മാർക്കിനാണ് കമ്പ്യൂട്ടർ ഉള്ളത്. ഈ ഒരു കമ്പ്യൂട്ടർ എന്ന ഭാഗത്ത് നിന്ന് അത്യാവശ്യം ഒരു 4 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. നമ്മൾ അത് സാധാരണയായിട്ട് പഠിക്കുന്ന ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് ബേസിക്സൊക്കെ പഠിക്കുന്ന നമ്മൾ മറ്റ് പരീക്ഷകളൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ളൊക്കെ അതൊക്കെ പഠിക്കുന്നവർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. അടുത്തത് നമ്മുടെ മാത്സ് നോക്കുകയാണെങ്കിൽ 15 മാർക്കിനാണ് മാത്സ് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു മാത്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഞാനൊരു 9 റേഞ്ചിൽ മാത്രമേ ഞാൻ കൊടുക്കൂ. കാരണം നമ്മൾ ഈ ഒരു എക്സാമിൽ ഏറ്റവും അവസാനം അറ്റൻഡ് ചെയ്യുന്നത് സാധാരണയായിട്ട് മാത്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറേ സമയം ആവശ്യമുള്ളൊരു മേഖല കൂടിയാണ് നമ്മുടെ ഒരു മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് അത്യാവശ്യം എന്താ പറയുക, നമുക്ക് എല്ലാം അറിയാം, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും
സമയക്കുറവിൻ്റെ കാരണം മൂലം നമുക്ക് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം അതുവഴി പോകും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 9 മാർക്ക്, ഒരു 15 മാർക്കിൽ ഒരു 9 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായത്. അവിടെ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഗം, ഇംഗ്ലീഷ് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു എന്ന് തന്നെ പറയാം. നമ്മുടെ ഈ ഒരു ലയണിൻ്റെ ഫ്രേസൽ വെർബ്, അതുപോലെ തന്നെ നമ്മുടെ ബെനവലൻ്റ്, നമ്മുടെ ആൻറ്റോണിമൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നൊരു വേർഡാണ് നമ്മുടെ ബെനവലൻ്റൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് എന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചും നമ്മുടെ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റാനായാലും ഇതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുന്നു. ഒട്ടും കൺഫ്യൂസിങ് ആയിട്ടില്ലാത്ത ചോദ്യങ്ങളായിരുന്നു ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10 മാർക്ക്, ഒരു 13 മാർക്കിൽ ഒരു 10 മാർക്ക് വരെ അത്യാവശ്യം ഇംഗ്ലീഷിലൊക്കെ അത്യാവശ്യം മാർക്കൊക്കെ കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായത്. മലയാളം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നമുക്കൊരു 13 മാർക്കിലൊരു 9 മാർക്ക് ആ ഒരു റേഞ്ചിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ഒരു മൊത്തം മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 60 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആവറേജ് അത്യാവശ്യം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത്, ഈ ഒരു എക്സാമിൻ്റെ പാർട്ട് 1 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 60 മാർക്ക് ചിലപ്പോൾ കുറച്ച് മാർക്ക് 1-2 മാർക്ക് കുറയാം, ചിലപ്പോൾ 1-2 മാർക്ക് കൂടാം. അത് നമ്മുടെ ആ ഒരു പരീക്ഷ ഹാളിലുള്ള സമ്മർദ്ദത്തെ തുടർന്ന് നമുക്ക് മാർക്കുകൾ നഷ്ടപ്പെടാം. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ചോദ്യങ്ങളിൽ നമ്മുടെ ഒരു ഊഹാഭോഗം കൊണ്ട് നമ്മൾ ആൻസർ ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ മാർക്കുകൾ നമുക്ക് കിട്ടാം. അതനുസരിച്ചിട്ട് ഈ ഒരു 60 മാർക്ക് എന്നുള്ളതിൽ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അപ്പോൾ അത്യാവശ്യം ഒരു ആവറേജ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്കാണ്. പാർട്ട് 1 കാര്യമാണ് പറയുന്നത്. അപ്പോൾ പാർട്ട് 2 പറയുകയാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിരുന്നു നമ്മുടെ പാർട്ട് 2 എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് 1 കിട്ടിയ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിനി പാർട്ട് 2 ഒരു വിശകലനവും നമ്മൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമായിട്ട് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.